നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിയിലെ ഫസ്റ്റ് സെമ്മിലെ കോർ പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ സിക്സ്ത് ബ്ലോക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സിക്സ്ത് ബ്ലോക്കിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ ചേഞ്ച് ആൻഡ് മൊബിലിറ്റി എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ്, ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സിക്സ്ത് ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള സോഷ്യൽ ചേഞ്ച് എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് യൂണിറ്റിനകത്ത് സോഷ്യൽ ചേഞ്ചും അതിൻ്റെ റെലവൻസുമാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്? സാമൂഹ്യപരമായിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ സാമൂഹിക മാറ്റം, അതായത് സമൂഹത്തിന്റെ വ്യക്തികളുടെ ഇടപെടലുകൾ മൂലം അല്ലെങ്കിൽ സമൂഹത്തിന്റെ പരസ്പരമുള്ള ആശയവിനിമയത്തിലൂടെയും മറ്റും ഉണ്ടാകുന്ന മാറ്റത്തെയാണ് എന്ത് വിളിക്കുന്നത്? സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിക്ക് പകരം വെക്കുന്ന ഒരു കാര്യത്തെ പ്രോസസ്സാണ് ഇത് മാറ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാമൂഹ്യപരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് എന്താണ്? സാമൂഹ്യപരമായിട്ട് നിലനിൽക്കുന്ന എല്ലാ ഘടകങ്ങൾക്കും പകരമായിട്ട് മറ്റൊന്നിനെ നമ്മൾ കണ്ടെത്തുന്ന രീതിയാണ്. അപ്പോൾ ഇത് സാമൂഹ്യപരമായിട്ടുള്ള മാറ്റം എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഈ സാമൂഹ്യപരമായിട്ടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടാം. നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള പശ്ചാത്തലം ഉൾപ്പെടാം, സാമ്പത്തിക ഘടനയിലെ മാറ്റം വരാം, രാഷ്ട്രീയ ഘടനയിൽ വരാം, സാംസ്കാരികപരമായിട്ടുള്ള ഘടകങ്ങൾ എല്ലാം വരാം. അപ്പോൾ സമൂഹത്തിൽ പകരം വെച്ചുകൊണ്ട് വരുന്ന എല്ലാ ഘടകങ്ങളെയും നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? സാമൂഹ്യ മാറ്റം എന്നതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് ദൈനംദിനം എന്ത് ചെയ്യുന്നുണ്ട്? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് സമൂഹത്തിൽ വ്യക്തികൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ പല ഘടകങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മുടെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞ ബ്ലോക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത യൂണിറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ തുടർച്ചയാണിത്. അപ്പോൾ സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് വ്യക്തികളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇന്ററാക്ഷൻസ് മുഖേന സമൂഹം പലവിധ മാറ്റങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. അത് ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളുടെ ആചാരാനുഷ്ഠാനം, ജീവിതശൈലി, ഇതെല്ലാം എന്താണ്? സാമൂഹ്യ മാറ്റത്തിന്റെ ഘടകങ്ങളാണ്. ഇനി അപ്പോൾ ഇത് ഇത്തരത്തിൽ ഹ്യൂമൻ ഇന്ററാക്ഷൻ നടക്കുന്നിടത്തോളം എന്ത് സംഭവിക്കുന്നുണ്ട്? സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന പ്രോസസ്സ് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടാവുന്നുണ്ട്. അതായത് ഒന്ന് മറ്റൊന്നിന് പകരമായിട്ടാണ് നിലനിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിരവധി സോഷ്യോളജിസ്റ്റുകൾ ഇതിനെക്കുറിച്ച്, സാമൂഹ്യ മാറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് സാമൂഹ്യ പുരോഗതി അല്ലെങ്കിൽ പുരോഗമനം എന്ന് പറയുന്നത്? അപ്പോൾ ഈ സാമൂഹ്യ മാറ്റവും പുരോഗമനവും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൂടെ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സാമൂഹ്യ പുരോഗമനം അല്ലെങ്കിൽ സോഷ്യൽ പ്രോഗ്രസ് അല്ലെങ്കിൽ സാമൂഹ്യ പുരോഗതി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്ന സ്ഥിതിഗതിയിൽ നിന്നുകൊണ്ട് സ്ഥിതിയിൽ മാറ്റം വരുത്തുന്ന പ്രോസസ്സിനെയാണ്, അതായത് നിലനിൽക്കുന്ന അവസ്ഥ ഏതാണോ അതിന്റെ മുന്നേറ്റം, അതായത് ആ സ്ഥിതിയിൽ നിന്നുള്ള പുരോഗമനം അല്ലെങ്കിൽ അതിന്റെ മാറ്റത്തെയാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് മാറുന്നതിനെയാണ് എന്ത്? സോഷ്യൽ പ്രോഗ്രസ് അഥവാ സാമൂഹ്യ പുരോഗതി അല്ലെങ്കിൽ പുരോഗമനം എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല വരുന്നത്, പകരം എന്താണ്? നിലനിൽക്കുന്ന സാമൂഹ്യ സ്ഥിതി ഏതാണോ ആ സാമൂഹ്യ സ്ഥിതിയെ മെച്ചപ്പെടുത്തുന്ന രീതി അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്ന പ്രക്രിയയാണ് സാമൂഹ്യ പുരോഗമനം അഥവാ സോഷ്യൽ പ്രോഗ്രസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊന്നിന് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, പകരം എന്താണ്? ഒരു ലക്ഷ്യം നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നിലനിൽക്കുന്ന വ്യവസ്ഥിതി ഏതാണോ അതിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ് ചെയ്തു വരുന്ന കാര്യത്തെയാണ് സോഷ്യൽ പ്രോഗ്രസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ പ്രോഗ്രസിന് കൃത്യമായിട്ട് എന്തുണ്ടാവും? ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ്
സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിത രീതി അല്ലെ, നമ്മുടെ ഗവൺമെന്റും അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഒരു ജീവിത രീതി നിലനിൽക്കുന്ന ജീവിത രീതിയിൽ അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയെ മെച്ചപ്പെടുത്താം എന്ന് കരുതി നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള തൊഴിലുകൾ അന്വേഷിച്ച് പോകുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഇൻകം നേടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നേടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടുന്നത്. ഇതൊക്കെ എന്താണ്? സോഷ്യൽ പ്രോഗ്രസ് ആണ്. അത് നിലനിൽക്കുന്ന സ്ഥിതി ഏതാണോ അതിന് മെച്ചപ്പെടുത്തുന്ന പ്രക്രിയയാണ് പ്രോഗ്രസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ സാമൂഹികമായിട്ടുള്ള പ്രോഗ്രസ് എന്ന് പറയുന്നത് സാമൂഹിക പുരോഗമനം എന്ന് ഉദ്ദേശിക്കുന്നതാണ് സമൂഹത്തിന്റെ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ മെച്ചപ്പെടുത്തുക എന്നൊരു അർത്ഥത്തിലാണ് സാമൂഹിക പുരോഗമനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും എന്താണ്? ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. പുരോഗമനത്തിൽ എന്തുണ്ടാകും? പ്രധാനമായിട്ടും ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കും സോഷ്യൽ പ്രോഗ്രസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് നമ്മൾ പ്രധാനമായിട്ട് സോഷ്യൽ പ്രോഗ്രസിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്സ് ഉണ്ടാവും. അതായത് ആളുകൾക്കിടയിൽ ഒരു കളക്റ്റീവ് എഫേർട്സ് അല്ലെങ്കിൽ ഒരു ഗോൾ എന്നുള്ളത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സവിശേഷത ആയിട്ട് പറയുന്നത്. രണ്ടാമെന്ന് പറയുന്നത് എപ്പോഴും ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അതായത് നഷ്ടങ്ങൾ എന്നതിനേക്കാൾ ഉപരി എപ്പോഴും എന്തുണ്ടാവും? സോഷ്യൽ പ്രോഗ്രസീവിൽ എപ്പോഴും എന്താണ്ടാവും? കുറച്ചുകൂടെ മെച്ചപ്പെടലുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് അതിന് ബെനിഫിറ്റ്സ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. നഷ്ടം എന്ന് പറയുന്നത്, ലോസ് എന്ന് പറയുന്ന ഒരു ഘടകം കുറവായിരിക്കും. താരതമ്യേന ബെനിഫിറ്റ് ആയിരിക്കും, നേട്ടങ്ങളായിരിക്കും ഇതിന്റെ നമുക്ക് എന്താ പറയുക, നേട്ടങ്ങളായിരിക്കും ഇതിൽ കൂടുതലായിട്ട് നിലനിൽക്കുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് അവിടെ എപ്പോഴും എന്തുണ്ടാവും? പ്രചോദനങ്ങൾ നിലനിൽക്കുന്നുണ്ടാവും. അതായത് മാറ്റങ്ങൾക്ക് വിധേയമാകാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ഘടകം എപ്പോഴും എന്തുണ്ടാവും? ആ സമൂഹത്തെ നിലനിർത്തുന്നു. അല്ലെങ്കിൽ വ്യക്തികളിൽ എന്തുണ്ടാവും? ഒരു കൃത്യമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന ഘടകം അല്ലെങ്കിൽ തീരുമാനങ്ങളും മോട്ടിവേഷനുകളും ലക്ഷ്യങ്ങളും എല്ലാം എന്തിനുണ്ടാവും? ഈ പ്രോഗ്രസീവ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അടുത്ത് പറയുന്നത് എന്താണ്? ഒരു കൃത്യമായിട്ട് ഒരു മൂവിങ് ആണ് അല്ലെ, അതായത് ചലന മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതായത് മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? അത് ലക്ഷ്യം കൈവരിക്കാനുള്ള മാറ്റത്തിനുള്ള പ്രക്രിയയാണ്. അതായത് ഒരു ലക്ഷ്യം ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ്? ലക്ഷ്യത്തെ നേടാനുള്ള അല്ലെങ്കിൽ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു പ്രോസസ്സാണ് സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് ഇതിന്റെ ഒരു ബൗണ്ടറീസ് എന്നതൊന്നും തന്നെ ഉണ്ടാവില്ല. കാരണം കൃത്യമായിട്ടുള്ള ഒരു ബൗണ്ടറി നമ്മൾ ഇതിൽ നിശ്ചയിക്കുന്നില്ല. അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡ്സ് എങ്ങനെയാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതനുസരിച്ച് എന്തുണ്ടാവും? പ്രോഗ്രസീവില് മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക്, മെച്ചപ്പെട്ട തലങ്ങളിലേക്ക് മനുഷ്യന് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രോഗ്രസീവ് എന്ന് പറയുന്നത് എന്താണ്? മോട്ടിവേഷൻ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായിട്ട് മോട്ടിവേഷനെ നിലനിൽക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലക്ഷ്യവും അതിന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്യുന്നുണ്ട് ആളുകൾ പ്രവർത്തിക്കുന്നു. അത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി പ്രധാനമായിട്ടും ഈ സോഷ്യൽ ചേഞ്ചും സോഷ്യൽ പ്രോഗ്രസും തമ്മിലുള്ള വ്യത്യാസങ്ങളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ സമൂഹം ഒന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിലൊന്നാമെന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിന് ഒരു റിസൾട്ട്, സാമൂഹ്യ മാറ്റത്തിൽ റിസൾട്ടുകൾ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യത ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ മാറ്റം എന്ന് പറയുമ്പോൾ പല ഘടനയെയും നമുക്ക് പകരം വെക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പൊ സാധിക്കാതിരിക്കാം. അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഈ പറയുന്ന ഉദാഹരണം നമ്മുടെ സാമൂഹ്യ സ്ഥാപനങ്ങളെല്ലാം നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു എലമെന്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ സാമൂഹ്യ സ്ഥാപനങ്ങളെ മാറ്റുക സാമൂഹ്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും ലക്ഷ്യങ്ങളെയും മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ല. അപ്പൊ അവിടെ ഒരു റിസൾട്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവണമെന്നില്ല. പക്ഷെ സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താണ്? നിലനിൽക്കുന്നതിനാണ് ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയത്. അപ്പൊ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ലക്ഷ്യം, റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഘടന ഉണ്ടാവുന്നുണ്ട്. അടുത്തായിട്ട് പറയുന്നത് സോഷ്യൽ ചേഞ്ചിനകത്ത് ലക്ഷ്യങ്ങൾ ഉണ്ടാവുകയും ഉണ്ടാവാതിരിക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. അതായത് സോഷ്യൽ ചേഞ്ചിന് പ്രത്യേകമായിട്ട് അത് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്താണ്? അതിന് പ്രത്യേകമായിട്ട് ലക്ഷ്യങ്ങളൊന്നും തന്നെ ഉണ്ടാവണമെന്നില്ല. അതായത് ഇപ്പോ നമ്മളുടെ ഇതിൽ കൃത്യമായിട്ട് എന്താണ് നമ്മളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്ന ഘടകങ്ങൾക്ക് അല്ലെങ്കിൽ നിലനിൽക്കുന്ന സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് തന്നെ കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണമായിട്ട് മാരേജ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സ്ഥാപനം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് ഡിഫറെന്റ് ഫോംസ് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അത് നിലനിൽക്കുന്ന കൃത്യമായിട്ട് ഒരു ലക്ഷ്യത്തെ ഉൾക്കൊണ്ടാണ്. മാരേജിന് പകരമായിട്ട് മാരേജ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ സിസ്റ്റത്തിന്
പകരമായിട്ട് അല്ലെങ്കിൽ അതിന് അതേ രീതിയിലാണ് മറ്റു തരത്തിൽ ഇപ്പോൾ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഇതെല്ലാം നിലനിൽക്കുന്നതെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടൊരു ലക്ഷ്യം, മാരേജിന്റെ പറയുന്ന അത്തരത്തിലുള്ള അതേ ലക്ഷ്യം തന്നെ ലിവിങ് ടുഗദർ എന്ന് പറയുന്നതിന് പൂർണ്ണമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ ഘടനകളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത്തരത്തിൽ അതിന് കൃത്യമായിട്ട് ഒരു ലക്ഷ്യമോ സമൂഹ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ടെങ്കിലും ആ എല്ലാ മാറ്റങ്ങളും എന്തിനുണ്ടായിരിക്കില്ല, ഒരു ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ച് ഉണ്ടാവണം എന്നുള്ള ധാരണയില്ല. അതായത് ലക്ഷ്യത്തെ പൂർത്തീകരിക്കാനോ അല്ലാതെയോ അത് നിലനിൽക്കാം. പക്ഷെ സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്താണ്, ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്നുള്ളതാണ്. എടുത്തു പറയുന്നത് സാമൂഹ്യ മാറ്റങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള മാറ്റങ്ങൾ എന്താണ് സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. അതായത് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് മൊത്തമായിട്ട് മാറുന്നതിന് ഒരു മൊത്തമായിട്ടുള്ള ആകെ തുകയായിട്ടുള്ള ഒരു മാറ്റത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ മാറുന്നു, അവരുടെ നയതന്ത്രങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നു, അല്ലെങ്കിൽ അവരുടെ പോളിസീസിലെല്ലാം മാറ്റം വരുത്തും. അപ്പൊ ഇത്രയും ആ ഒരു രാജ്യത്തെ മുഴുവൻ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രത്തെ കൂടെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ കൂടെ ബാധിക്കുന്നുണ്ട്. പക്ഷെ ഈ സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുന്നതാണ് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയോ മാത്രമായിരിക്കും ബാധിക്കുക. അപ്പൊ അതിനകത്തായിരിക്കും ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്കകത്ത് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്കകത്ത് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ കളക്റ്റീവ് ആയിട്ടുള്ള ചെറിയൊരു എലമെന്റ്സിലുള്ള അല്ലെങ്കിൽ ചെറിയൊരു ഗ്രൂപ്പിനകത്തായിരിക്കും സോഷ്യൽ പ്രോഗ്രസീവ് എന്ന് പറയുന്നത് ആദ്യം ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ അതെങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ മാത്രമാണ് ബാധിക്കുന്നത് എന്നാണ്. അടുത്ത് പറയുന്നത് ഈ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു അബ്സ്ട്രാക്ട് കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് കോൺസെപ്റ്റിലോ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതായത് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വിസിബിൾ ആണ് അല്ലെങ്കിൽ വിസിബിൾ അല്ലാതെ നമുക്ക് അതായത് അബ്സ്ട്രാക്ട് ലെവലിലും അല്ലെങ്കിൽ അതായത് കോൺക്രീറ്റ് ലെവലിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ സാമൂഹ്യ മാറ്റം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കുകളിലല്ല അല്ലെ, നമ്മുടെ ഓരോ പലതരത്തിലുള്ള നിർമ്മാണങ്ങളിൽ അല്ലെങ്കിൽ വാസ്തുശില്പങ്ങളിലെല്ലാം നോക്കി പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ മോഡൽസ് ആയിരിക്കും നമ്മൾ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്താണ് വിസിബിൾ ആയിട്ടുള്ളതുണ്ട്. ഇനി അല്ലാതെ നമുക്ക് കാണാൻ കഴിയാത്ത പല ഘടനകളും അല്ലെങ്കിൽ ചിന്താഗതികളിലൊക്കെ ആളുകൾക്കിടയിൽ മാറ്റം വന്നിട്ടുണ്ട്. അതെല്ലാം എന്താണ് അബ്സ്ട്രാക്ട് ലെവലുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ നമുക്ക് വിസിബിൾ ആയിട്ടും അല്ലാതെയുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നു. പക്ഷെ സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കൃത്യമായിട്ട് ഒരു മെഷറബിളാണ്. പക്ഷെ എന്താണ് പൂർണ്ണമായിട്ട് നമുക്ക് അതിനെ മെഷർ ചെയ്ത് കാണിക്കാനും സാധിക്കില്ല എന്ന് പറയും. ഇപ്പൊ ചിന്താഗതികളിൽ വരുന്ന മാറ്റങ്ങൾ, ആളുകളുടെ ചിന്താഗതി അല്ലെങ്കിൽ ഒരു സമൂഹത്തിലുണ്ടാവുന്ന ഒരു ഗ്രൂപ്പിനുണ്ടാവുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. പക്ഷെ അതിനെ പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അളവെടുത്ത് അല്ലെങ്കിൽ അളവുകോണിലൂടെ നമുക്കത് കാണിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് കൃത്യമായിട്ട് അത് മെഷർ ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം നമുക്കത് വേർഡ്സിലൂടെയോ ടേംസിലൂടെയോ അല്ലെങ്കിൽ കണ്ടീഷൻസിലോ ഉപയോഗിച്ച് നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പക്ഷെ പലപ്പോഴും അതിനെ മെഷർ ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇതാണ് പ്രധാനമായിട്ട് സോഷ്യൽ ചേഞ്ചും സോഷ്യൽ പ്രോഗ്രസും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ സാമൂഹ്യ മാറ്റത്തിന് കാരണമായേക്കുന്ന ഘടകങ്ങളെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ സാമൂഹ്യ മാറ്റത്തിന് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ? അതിൽ ഒന്നാമതാണ് ഫിസിക്കൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതുകൊണ്ട് അർത്ഥം എന്താണ്, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ എന്തിന് കാരണമാവുന്നുണ്ട്, സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമാണ്. ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്ന പ്രകൃതി ദുരന്തങ്ങളെല്ലാം സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ചെയ്യുമ്പോൾ ആ നിലനിൽക്കുന്ന പ്രദേശത്തിന്റെ മാറ്റത്തിന് ആകെ മൊത്തത്തിലുള്ള ഒരു മാറ്റത്തിന് എന്ത് കാരണമാവുന്നുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ കാരണമാകും. അപ്പൊ ഇത്തരത്തിൽ കുടിയേറ്റം അല്ലെങ്കിൽ എന്താണ് യുദ്ധം, കലാപം ഇതൊക്കെല്ലാം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ട് ആ സമൂഹത്തെ അല്ലെങ്കിൽ ആ ജനങ്ങൾ വസിക്കുന്ന ആ കൃത്യമായിട്ടുള്ള നിശ്ചിത ഭൂപരിധിയിൽ എന്തുണ്ടാവുന്നുണ്ട്, സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. അപ്പൊ എന്താണ് ഫിസിക്കൽ എൻവയോൺമെന്റും അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്. അത് പ്രകൃതി ദുരന്തങ്ങളായിരിക്കും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ മുഖേനയും അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട് ആളുകൾ കുടിയേറ്റം ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഈ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ജൈവികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, മാറ്റങ്ങൾ സാധ്യമാണ്. അതായത് ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് പറയുന്ന എന്താണ്, ഇപ്പൊ നമ്മളുടെ ഓരോ എലമെന്റ്സിനകത്ത് അല്ലെങ്കിൽ പുതിയ നമ്മുടെ ഹെൽത്ത് ഫീൽഡിൽ വരുന്ന മാറ്റങ്ങളെല്ലാം എന്താണ്, നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമാണ്. അതായത്
ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ പുതിയ പുതിയ ചികിത്സാ രീതികൾ മുന്നോട്ട് വരുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതായത് പുതിയ ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നിലനിൽക്കുന്ന അസുഖങ്ങൾക്കെല്ലാം പുതിയ നൂതന രീതിയിലുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ മരുന്നുകളും മറ്റുമെല്ലാം കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്യുന്നുണ്ട് സാമൂഹികപരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. അതോടൊപ്പം തന്നെ ആളുകളുടെ ആരോഗ്യ സ്ഥിതിഗതികളും മറ്റും എല്ലാം ചെയ്യുന്നുണ്ട് സാമൂഹിക മാറ്റത്തെ നിർണ്ണയിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്. കൾച്ചറൽ ഫാക്ടേഴ്സിനകത്ത് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ട് നമ്മുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അത്തരത്തിലുള്ള മറ്റു ഘടകങ്ങൾ, സാംസ്കാരികപരമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സാമൂഹ്യ മാറ്റത്തെ നിർണ്ണയിക്കുന്നത്. അതായത് ഈവൻ എഴുത്തുകൾ പോലും, അതായത് നമ്മുടെ എഴുത്തുകൾ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന സിനിമ, അത്തരത്തിലുള്ള എന്റർടൈൻമെന്റ്സുകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, സാമൂഹ്യ മാറ്റത്തെ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുന്നു എന്നതാണ് അർത്ഥം. അടുത്ത പറയുന്നത് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് സാങ്കേതികപരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ. സ്വാഭാവികമായിട്ട് എന്താണ്, ശാസ്ത്ര സാങ്കേതികതയിൽ ഉണ്ടാകുന്ന മുന്നേറ്റം അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, സാമൂഹ്യ മാറ്റങ്ങളെ നിർണ്ണയിക്കുന്നു. അതായത് പുതിയ തരത്തിലുള്ള ഓരോ അപ്ഡേഷൻസിനും അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ അവയെ അംഗീകരിക്കുകയും അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുതിയ നൂതന രീതികളുമായിട്ട് അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാനും പരിചയപ്പെടാനും ആളുകൾ തയ്യാറാവുന്നു. അപ്പൊ ഇതിന് സ്വാഭാവികമായിട്ടും ആളുകൾ കുറച്ചുകൂടെ ടെക്നോളജിയെ ആശ്രയിച്ചുകൊണ്ട് ശാസ്ത്ര ലോകത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നേറുന്നതായിട്ട് നമുക്ക് കാണാം. ഇതും സാമൂഹികപരമായ മാറ്റത്തെ നിർണ്ണയിക്കുന്ന ഘടകമാണ്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റെലവൻസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ്. സോഷ്യൽ ചേഞ്ചിന്റെ പ്രാധാന്യം എന്തിനാണ്, സാമൂഹ്യ മാറ്റം എങ്ങനെ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എന്താണ്, സമൂഹം സ്ഥിരമായിട്ടൊരു നിശ്ചിത കാലയളവിൽ അല്ലെങ്കിൽ നിശ്ചലമായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്താണ്, ഒരു മാറ്റവും വിധേയമാകുന്നില്ല, അല്ലെങ്കിൽ ആളുകളുടെ ജീവിത രീതിയിൽ പുരോഗമനം വരുന്നില്ല, അല്ലെങ്കിൽ സ്ഥായിയായിട്ട് അവയ്ക്ക് ഉണ്ടാകുന്ന ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, മനുഷ്യരാശിയെ സഹായിക്കില്ല. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹം മാറുന്നത് ആളുകളുടെ ജീവിത രീതിയെയും ചിന്താഗതിയെയും സാംസ്കാരികപരമായിട്ട് പുരോഗമനപരമായിട്ടുള്ള എല്ലാ മെച്ചപ്പെടുത്തലുകളെയും സാമൂഹ്യ മാറ്റം സഹായിക്കുന്നു. അപ്പൊ നമ്മളുടെ എൻവയോൺമെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഉണ്ടാകുന്ന തരത്തിലുള്ള ഭൗതികപരമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ സാമൂഹ്യ മാറ്റം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഈ സാമൂഹ്യപരമായിട്ടുള്ള മാറ്റം എന്ത് ചെയ്യുന്നുണ്ടാവും, ആളുകളെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൃത്യമായിട്ട് ആളുകളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാമൂഹ്യ മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് മാറുന്നത് അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റങ്ങൾ വ്യക്തികളെ സഹായിക്കുന്നു അല്ലെങ്കിൽ സമൂഹത്തെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് എന്താണ്, അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. ഇനി എന്തൊക്കെയാണ് ഈ സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അത് തന്നെയാണ് നമ്മൾ വീണ്ടും ചെറിയൊരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് പ്രധാനമായിട്ട് പറയുന്നത് കൾച്ചറൽ നോംസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഈ കൾച്ചറൽ നോംസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ്, പ്രധാനമായിട്ടും ശാസ്ത്രത്തിന്റെ വളർച്ച എന്ത് ചെയ്യുന്നുണ്ട്, സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെയും മറ്റു അതായത് മതപരമായിട്ടുള്ള വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മറ്റ് അന്ധവിശ്വാസങ്ങളെല്ലാം മാറ്റിയെടുക്കുന്നതിന് സഹായിക്കുന്നുണ്ട് ഇന്നോവേഷൻസ്. പ്രത്യേകിച്ച് ശാസ്ത്രലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും പിന്തിരിയുന്നതിന് കാരണമാകുന്നു. അതോടൊപ്പം തന്നെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകത്ത് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന കണ്ടുപിടുത്തങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് സാമൂഹ്യ മാറ്റത്തിന് പ്രധാന കാരണമായിട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കാം. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് എന്താണ്, പിന്നീട് വരുന്ന സാമൂഹികപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഘടകങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സാമൂഹ്യ മാറ്റത്തിന്റെ പ്രധാന ഹേതുവായിട്ട് നിലനിൽക്കുന്നു. ഇനി സാമൂഹ്യ മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ്, അതായത് എന്തൊക്കെ പ്രാധാന്യമാണ്, അത് നിലനിൽക്കുന്നതുകൊണ്ടുള്ള പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ ചേഞ്ചസ് മുഖേന ചെയ്തു ആളുകൾക്കിടയിൽ സമൂഹത്തിനിടയിൽ ജെൻഡർ ഇക്വാളിറ്റിക്ക് എന്ന് പറയുന്ന ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് കാരണമായി. അതായത് സാമൂഹ്യ മാറ്റം ലിംഗാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമത്വം എന്ന് പറയുന്ന ഒരു അവബോധം സൃഷ്ടിക്കുന്നതിൽ കാര്യമായിട്ട് പങ്കുവഹിച്ചു എന്നുള്ളതാണ്. അപ്പൊ സാമൂഹ്യ മാറ്റം എന്ത് ചെയ്തു, വ്യക്തികൾക്കിടയിൽ സമത്വം എന്ന് പറയുന്ന ഒരു ആശയം ഉടലെടുക്കുന്നതിന് കാരണമായി. രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്
ആളുകൾക്കിടയിൽ പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്കിടയിൽ അവരുടെ അവകാശങ്ങളെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് എന്ത് സഹായമായി സാമൂഹ്യ മാറ്റങ്ങൾ കാരണം. അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റങ്ങൾ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നിലനിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വ്യക്തികൾക്കിടയിൽ പ്രത്യേകമായിട്ടും അവകാശങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് എന്ത് സാധിക്കുന്നുണ്ട്? സോഷ്യൽ ചേഞ്ച് അഥവാ സാമൂഹ്യ മാറ്റം കാരണമായി മാറുന്നുണ്ട്. അടുത്ത് പറയുന്നത് നമ്മൾ പറഞ്ഞു എസ്പെഷ്യലി സമൂഹത്തിലുണ്ടായ മാറ്റം അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള ചിന്തയിലുണ്ടായ മാറ്റങ്ങൾ എന്ത് ചെയ്തിരുന്നു? നമ്മളുടെ LGBTQ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് പരിഗണിക്കുന്നതിന് സഹായകമായി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ജെൻഡർ ഇക്വാളിറ്റിക്ക് തന്നെ LGBTQ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി കൂടെ നമുക്ക് പരിഗണിക്കാനുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നതാണ് ഈ സാമൂഹ്യ മാറ്റത്തിന്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആളുകളുടെ പ്രത്യേകിച്ച് ജീവിത രീതി മെച്ചപ്പെടുത്തുന്നതിന് എന്ത് സഹായിച്ചു? സോഷ്യൽ ചേഞ്ച് സഹായിച്ചു. അതോടൊപ്പം പറയുന്നത് നമ്മുടെ സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ പ്രധാനമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് രംഗത്തുണ്ടാവുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ഘടനയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മെച്ചപ്പെടലുകളെല്ലാം തന്നെ എന്തിനു സഹായിക്കുന്നത്? സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. അടുത്ത നമ്മൾ പറയുന്നതാണ് നമ്മൾക്ക് ആളുകൾക്കിടയിൽ പാരിസ്ഥിതികമായിട്ടുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് എന്ത് സഹായകമായി? സോഷ്യൽ ചേഞ്ച് കാരണമായിട്ടുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ച് സഹായിച്ചിട്ടുണ്ട്. അതായത് വ്യക്തികള് നമ്മൾ പറഞ്ഞ എന്താണ്? മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് പാരിസ്ഥിതികമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അവയെക്കുറിച്ച് ആളുകൾക്കിടയിൽ ബോധവാന്മാരാക്കുകയും അല്ലെങ്കിൽ അവർക്കെതിരെ പാരിസ്ഥിതിക ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ ആളുകൾക്ക് പ്രതികരിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൽ എന്താണ്? സാമൂഹ്യപരമായിട്ടുള്ള മാറ്റത്തിന്റെ പ്രധാനമായിട്ടുള്ള ഘടകമാണ്. അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റം എന്തിനു സഹായിക്കുന്നു? പരിസ്ഥിതിയെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് കാരണമായി. ഇനിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഗവൺമെന്റ്സിന് അവരുടെ ജനങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ഗവൺമെന്റ് എന്തിനു സഹായിക്കുന്നു? ഗവൺമെന്റ് തങ്ങളുടെ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള കൂടുതൽ പദ്ധതികളും അല്ലെങ്കിൽ പ്രൊജക്റ്റുകളും മറ്റും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സ്വാഭാവികമായിട്ട് ഇതിലേക്ക് ലീഡ് ചെയ്യുന്നു? സാമൂഹ്യ മാറ്റത്തെ മുൻനിർത്തുന്നതിന് അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റത്തെ ലക്ഷ്യം വെക്കുന്നതിന് സഹായിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന നിരവധി പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്ന പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പദ്ധതികൾ, പോളിസീസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള സംവരണപരമായിട്ടുള്ള ആനുകൂല്യ പദ്ധതികളും മറ്റും അതല്ലാതെയുള്ള മറ്റ് സർക്കാർ പദ്ധതികളും എല്ലാം എന്താണ്? ജനങ്ങളുടെ വെൽഫെയറിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഇതെന്താണ്? എന്ത് ചെയ്യുന്നുണ്ട്? സ്വാഭാവികമായിട്ട് സോഷ്യൽ ചേഞ്ചിന് കാരണമാകുന്നുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? അതിന്റെ പ്രത്യേകമായിട്ട് ഈ സോഷ്യൽ ചേഞ്ചിന്റെ ഇഷ്യൂസിനെ കൂടെ അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ചിന് കാരണമാകുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ മാറ്റത്തിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെയും ഐഡന്റിഫൈ ചെയ്യാനും നമുക്കിത് സഹായിക്കും. അതെന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്താണ്? ആളുകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് ഇത് സഹായിക്കുന്നു. അല്ലെങ്കിൽ ആളുകളുടെ എംപവർമെന്റ് എന്ന് പറയുന്നത് പൗരന്മാരുടെ സാമൂഹ്യക്ഷേമം അല്ലെങ്കിൽ വെൽബീയിങ് എന്ന് പറയുന്നതും എന്തിനു സഹായിക്കുന്നുണ്ട്? സോഷ്യൽ ചേഞ്ചിന് സഹായിക്കുന്നു. അടുത്ത് പറയുന്നത് ആളുകളുടെ നിലവിലുള്ള സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതിന് അല്ലെങ്കിൽ നിലവിലുള്ള സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതിന് എന്തിനു കാരണമാകുന്നു? സാമൂഹ്യ മാറ്റത്തിന് കാരണമാകും. അപ്പൊ ഈ സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്കുള്ള അല്ലെങ്കിൽ നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്കുള്ള മാറ്റത്തെയായിട്ട് നമുക്ക് സാമൂഹ്യ മാറ്റത്തെ പരിഗണിക്കാം. അപ്പൊ ഈ സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടർ ആണ് ചെയ്യപ്പെടുന്നത്. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം പകരം നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് നിലനിൽക്കുന്ന വ്യവസ്ഥ ഏതാണോ അതിന് പകരം മെച്ചപ്പെടുത്തലോട് കൂടിയുള്ള ഒരു പകരം വെക്കലുകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിന് പോസിറ്റീവ് ഇമ്പാക്ട് എന്ന രീതിയിൽ മാത്രം നമുക്ക് സോഷ്യൽ ചേഞ്ചിനെ പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. ചില വ്യവസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നെഗറ്റീവ് ആയിട്ടുള്ള മോശം സ്ഥിതിഗതികളിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്ഥിതിഗതികൾ? സാമൂഹ്യപരമായിട്ടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ മനുഷ്യന് ഇടപെടുന്ന എല്ലാ മേഖലകളിൽ ഉണ്ടാവുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? സാമൂഹ്യ മാറ്റം എന്ന് വിളിക്കാം. അപ്പോൾ ഈ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് സോഷ്യൽ ചേഞ്ചിനെ കുറിച്ചാണ്. സോഷ്യൽ ചേഞ്ചിന് കാരണമാവുന്ന ഘടകങ്ങളുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ സെക്കൻഡ് യൂണിറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.